ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അപ്പം വർദ്ധിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഒത്തിരിയേറെ തവണ ധ്യാനിച്ച് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു വലിയൊരു അത്ഭുതത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മനുഷ്യർ ചേർന്ന് അതൊരു വലിയൊരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഈ സുവിശേഷത്തെ പറ്റി നമുക്കൊന്ന് ധ്യാനിക്കാം. തുടക്കത്തിലെ ഈശോ ഇങ്ങനെ കടന്നു വന്നിട്ട് പീലിപ്പോസിനോട് ചോദിക്കുകയാണ്, നമ്മളിനി എന്ത് ചെയ്യും? വലിയൊരു പ്രതിസന്ധിയിലേക്ക് ആ ശിഷ്യൻ കടന്നു പോവാണ്. പെട്ടെന്ന് തന്നെ ശിഷ്യൻ പറയാണ്, നമ്മുടെ കയ്യിൽ 200 ധനാറയുണ്ട്, അതുകൊണ്ട് അപ്പം മേടിച്ചാലോ? പക്ഷേ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോവാണ്. ഈശോയുടെ മുൻപിലിരിക്കുമ്പോൾ ഈശോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു കാണും, പീലിപ്പോസേ, നിന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ പീലിപ്പോസ് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരു ശിഷ്യനായ അന്ത്രയോസ് ഒരു കുഞ്ഞിനെ കൊണ്ട് കടന്നു വരുന്നത്. അവിടെ 5 അപ്പവും 2 മീനുമുള്ള ഒരു ബാലനെ കണ്ടെത്തി. പീലിപ്പോസിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാവുന്ന ഒരു ചെറിയ കാര്യമാണ്. അതായത് ചില കണക്കുകൂട്ടലുകളൊക്കെ എവിടെയൊക്കെയോ തെറ്റിപ്പോയി. അങ്ങനെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്ന പീലിപ്പോസും പിന്നീട് നമ്മുടെ മുൻപിലേക്ക് കിടന്ന ഒരു അന്ത്രയോസും നമുക്ക് പഠിക്കാവുന്ന 2 പാഠബുക്കുകളാണ്. ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കെ 2 രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. ഒരാൾ ഇങ്ങനെ പ്രശ്നത്തിൻ്റെ മുൻപിൽ കണക്കൂട്ടലുകളൊക്കെ തെറ്റി സ്റ്റക്കായിട്ട് നിന്നപ്പോൾ അന്ത്രയോസ് ഒരു സാധ്യതയെ കൊണ്ടുവരികയാണ്. 5 അപ്പവും 2 മീനും ഒരിക്കലും അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് ആർക്കും ഭക്ഷിക്കാനായിട്ട് പറ്റില്ല, അത് തികയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രശ്നം അവിടെ നിൽക്കെ ഒരു വലിയ സാധ്യതയെ കൊണ്ടുവരുന്ന അന്ത്രയോസ്. പീലിപ്പോസിൽ നിന്നും പയ്യെ അന്ത്രയോസിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ മുൻപിൽ എത്രയൊക്കെ നമ്മളെ വീഴ്ത്തുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിക്കൊള്ളട്ടെ, അവിടെ നമ്മുടെ ഉള്ളിലൊരു അന്ത്രയോസ് കടന്നു വരണം. എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറം ഒരു സാധ്യതകളെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ഇനി അടുത്ത് നമ്മൾ ബാലനെ കാണുകയാണ്. എന്തിനാണ് ആ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും? ബാലന് കഴിക്കാനാണെങ്കിൽ ഒരപ്പോ 1 മീനോ മതിയാവുമായിരുന്നല്ലോ. ബാലൻ കുറച്ചുകൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ പുസ്തകമാണ്. അതിങ്ങനെയാണ്, എനിക്ക് പ്രത്യേകിച്ച് നന്മകളൊന്നും വന്നില്ലെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ പരിഗണനകളൊന്നും വന്നിട്ടില്ലെങ്കിലും എൻ്റെ കൂടെയുള്ളവനൊക്കെ ഈ പരിഗണനയും സ്നേഹവും ഉണ്ടാവണം. ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം കൊടുക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ആ ബാലൻ നമ്മളെ കടത്തിവിടുകയാണ്. അങ്ങനെ പീലിപ്പോസിൽ നിന്ന് അന്ത്രയോസിലേക്കും അന്ത്രയോസിൽ നിന്ന് ആ ബാലനിലേക്കും നമ്മൾ എത്തിപ്പെട്ടു. പിന്നീട് ഈശോ പറയുകയാണ്, എല്ലാവരെയും പന്തിയിലിരുത്തുക. അപ്പോൾ ആ വലിയൊരു പുൽമൈതാനത്തിൽ അവിടെ കൂടിയിരുന്ന ജനം മുഴുവൻ പന്തിയിലിരിക്കുകയാണ്. അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടില്ല. അതിനു മുൻപേ അനുസരണത്തിലേക്ക് കടന്നു വന്ന ഒരു ജനസമൂഹത്തെ നമ്മൾ കാണുകയാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. ഒരത്ഭുതവും കാണാതെ എങ്ങനെയാണ് ആ ജനം അങ്ങനെ ആ പന്തിയിലിരുന്നത്? അത് നമ്മളെ വീണ്ടും വലിയ അത്ഭുതത്തിൻ്റെ ചെറിയ കണികകളാക്കുകയാണ്. അതായത് അനുസരണം വലിയ അത്ഭുതങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ വഴി നടത്തും എന്നുള്ള ഒരു വിശ്വാസം. ഇതിലൂടെയെല്ലാം നമ്മൾ സഞ്ചരിച്ച് ഈശോ അവസാനം ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് അപ്പം കൊടുക്ക്. അത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ശിഷ്യൻ്റെ കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഡിസ്കംഫർട്ടാണ്, അവരുടെ ഇടയിൽ വരുന്ന ഒരു ഡിസ്കംഫർട്ടാണ്. എവിടെയോ വായിച്ചു തോർക്കുന്നു, സംടൈംസ് മിറാക്കിൾസ് ബിഗിൻ ഫ്രം ഡിസ്കംഫർട്ട്സ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസരങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമയത്തായിരിക്കാം ദൈവം ആദ്യത്തെ പടിയായിട്ട് ആ ഡിസ്കംഫർട്ടിനെ വലിയൊരു മിറാക്കിളിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, ദി ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേഷൻ ബട്ട് ട്രാൻസ്ഫോർമേഷൻ. ആ ഒത്തിരി പേരെ അവിടെ ഒരു ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് വലിയൊരു അത്ഭുതങ്ങളിലേക്ക് നമ്മളെ ഈശോ ഇന്ന് കടത്തിവിടുന്നത്. ആ ഒരു അത്ഭുതങ്ങളുടെ ഭാഗമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ
അന്ത്രയോസ് കൈകാര്യം ചെയ്ത പോലെ, പീലിപ്പോസിന് വന്ന ആ വലിയൊരു പ്രതിസന്ധിയെ അന്ത്രയോസ് കൈകാര്യം ചെയ്ത പോലെ, അന്ത്രയോസിന് മുൻപിലേക്ക് ബാലൻ കടന്നു വന്നതുപോലെ, വിശ്വാസത്തിന് മങ്ങലേൽക്കാതെ പന്തിയിലിരുന്ന ജനക്കൂട്ടത്തെ പോലെ നമ്മളും ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അവസാനമായിട്ട് ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ പക്കൽ എന്താണ് ഉള്ളത്? ബാലൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു 5 അപ്പവും 2 മീനും വലിയ അത്ഭുതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഈശോ ഇന്ന് ചോദിക്കുകയാണ്, നിന്റെ പക്കൽ എന്താ ഉള്ളത്? ഇങ്ങനെ തന്നെ ഒരിക്കലും ഇങ്ങനെ തിബേരിയസ് കടൽ തീരത്ത് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യം തന്നെയാണ്, നിന്റെ പക്കൽ എന്താ ഉള്ളത്? സ്നേഹമുള്ളവരെ, നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ര വിലപിടിപ്പുള്ളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ളൊന്ന് നമ്മളെ തന്നെയാണ്. ഒരു പക്ഷേ വിധവയുടെ കൈകളിലിരുന്ന ക്ലാവ് പിടിച്ച ചെമ്പുതുട്ടുകളെ പോലെയുള്ള ജീവിതങ്ങളായിരിക്കാം. അത് മതി കർത്താവിന്. സ്വീകാര്യമായിട്ടുള്ള ബലി അത് തന്നെയാണ്. പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിറകൊടിഞ്ഞ പക്ഷികളെയും പുഴുക്കുത്തേറ്റ ഫലങ്ങളെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല തമ്പുരാനായ ദൈവമാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ജീവിതങ്ങളിൽ വന്ന എല്ലാ ചിറകൊടിച്ചിലുകളിലും പുഴുക്കത്തേറ്റതിലൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ മുൻപിൽ നമുക്കും വിട്ടുകൊടുക്കാം. നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി മാറ്റിമറിക്കാം. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേഷൻ ബട്ട് ട്രാൻസ്ഫോർമേഷൻ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.